നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഏതായിരുന്നു? പിറക്കാത്ത അനിയത്തി അല്ലേ? ആരായിരുന്നു അത് എഴുതിയ ആ ഒരു കഥ? എഴുതിയത് ആരായിരുന്നു? ഓർമ്മയിലെ പേര്? വി ആർ സുധീഷ്. വി ആർ സുധീഷ് എഴുതിയെങ്കിലും എന്തോ വി ആർ സുധീഷ് കഥ എഴുതിയെങ്കിലും അതിന് അദ്ദേഹത്തിന് എഴുതുന്നതിന് പിന്നിലാരായിരുന്നു? നമ്മുടെ കാരൂർ കഥകൾ വായിച്ചിട്ടുള്ള ആ ഒരു കഥകളെ പറ്റിയുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്താണ് അദ്ദേഹം സ്വന്തമായിട്ട് കഥ എഴുതാൻ തുടങ്ങിയത് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് പണ്ട് എങ്ങനെയുള്ളായിരുന്നു കഥാപുസ്തകങ്ങളൊക്കെ? അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയുള്ളായിരുന്നു എന്നാ പറഞ്ഞത്? അദ്ദേഹത്തെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നടന്ന് പാട്ടുകൾ പാടിയിരുന്ന അച്ഛനും അമ്മയായിരുന്നു. പിന്നെന്തായിരുന്നു? അവിടെ മുത്തശ്ശിയൊന്നും ഇല്ലായിരുന്നു കഥ പറഞ്ഞു തരാൻ. പിന്നെ കഥാപുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് കുഞ്ഞുനാളിൽ മുതലേ കഥകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു മനസ്സുണ്ടായിരുന്നു അല്ലേ? അതെല്ലാം നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ദിവസം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോഴമ്മ മാത്രമേ സ്ത്രീയായിട്ട് ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കഥ പറഞ്ഞു തരാൻ വേണ്ടി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വിനോദം എന്തായിരുന്നു? കുറച്ചുകൂടെ വലുതായപ്പോൾ തന്നെ വായിക്കാനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്താണ്? ബാലപ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ എഴുതി എന്നിട്ട് ആ ബാലപ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന കഥകൾ എന്ത് ചെയ്യുമായിരുന്നു അദ്ദേഹം? തൻ്റെ സ്വന്തം കഥകളാണെന്നുള്ള രീതിയിൽ ഓരോ ബുക്കുകളിൽ എഴുതിയിട്ട് അത് കൈകൊണ്ട് നടക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ അത് വേറെ ആരും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴങ്ങനെ എന്താണ്? ആ കഥകൾ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശീലം. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു വാസന എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കഴിവ് എന്താ? അദ്ദേഹത്തിന്റെ ഒരു കല എന്ന് പറയുന്നത് എന്താണെന്ന്? സംഗീതമാണെന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹം കൂടുതലായിട്ട് കഥകളിലേക്ക് മെയിനില്ല. അതിനെപ്പറ്റി പറയുന്നില്ലേ? എന്താണ്? എപ്പോഴും അച്ഛനും അമ്മയും സംഗീതജ്ഞരായിരുന്നു, പാട്ടുകാരായിരുന്നു. എപ്പോഴും ചുണ്ടിൽ അവരുടെ പാട്ടുകൾ മൂടുന്നുണ്ടായിരുന്നു. അത് കേട്ട് ശീലിച്ച കുട്ടിയല്ലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും കഥയെ പറ്റി അദ്ദേഹം കൂടുതലായിട്ട് ചിന്തിക്കാൻ പിന്നെ പോയിട്ടില്ല. അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നമുക്കിത് നോക്കിക്കേ, ശ്രദ്ധിച്ചിരുന്ന മക്കളെ. പയ്യോളി ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കഥ പഠിച്ചത്. എന്താണ് പയ്യോളി ഹൈസ്കൂൾ? പയ്യോളി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ ഹൈസ്കൂൾ അല്ലേ? അദ്ദേഹം LPS ഒരു സ്കൂളിൽ പഠിച്ചു. അതുകൊണ്ട് UP ഹൈസ്കൂളും കൂടി ഉള്ള ക്ലാസ്സിലാണ് അദ്ദേഹം ഹൈസ്കൂളിലേക്ക് ചേർന്നത്. മനസ്സിലായല്ലോ? നമുക്ക് തന്നെ ഇവിടെ ഉണ്ടല്ലോ 5ാം ക്ലാസ് മുതലുള്ള സ്കൂളുകളില്ലേ? അതാണ് ഹൈസ്കൂൾ. 5 5, 6, 7 ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് അപ്പർ പ്രൈമറി ആണ്. അപ്പർ പ്രൈമറി ക്ലാസ് ആണെങ്കിൽ പോലും 8, 9, 10 കൂടി ഉള്ളതുകൊണ്ട് അത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പെടുന്ന സ്കൂളുകളാണ്. അപ്പോഴെന്താണ്? അദ്ദേഹം പയ്യോളി ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കഥ പഠിച്ചത്. അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം എന്താണ് ഒരു കഥ പഠിച്ചത്. ഏത് കഥയാണെന്ന് നോക്കിക്കേ. കാരൂർ നീലകണ്ഠപിള്ളയുടെ കുട നന്നാക്കാനുണ്ടോ എന്ന കഥ. അപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കാരൂരിനെ പറ്റി പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? കാരൂരിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാണ്. അദ്ദേഹത്തിന്റെ ആ കാരൂർ നീലകണ്ഠപിള്ളയുടെ കുട നന്നാക്കാനുണ്ടോ എന്ന കഥ, ആ കുട നന്നാക്കാനുണ്ടോ എന്നുള്ള ആ ഒരു കഥയാണ് അദ്ദേഹം പഠിച്ചത്. അതിലെ പല വാചകങ്ങളും എനിക്ക് മനഃപാഠമായിരുന്നു. ആ കഥയിലെ പല വാചകങ്ങളും അതിനെ പറ്റിയുള്ള കൂടുതൽ സെന്റൻസുകൾ, വാചകങ്ങളെല്ലാം എന്താണ്? എനിക്ക് മനഃപാഠം ആയിരുന്നു. കാണാതെ നമുക്ക് തന്നെ ചില സിനിമ കാണുമ്പോഴത്തേനെ അതിന്റെ ചില ഡയലോഗുകൾ ഇല്ലേ, കാണാതെ മനസ്സിലേക്ക് നിൽക്കുമല്ലേ? ഇപ്പോഴത്തെ എന്തുമാത്രം സിനിമകളുടെ ഡയലോഗാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പിന്നെ നമ്മുടെ ടിക്ടോക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പറയണ്ടേ, എല്ലാ ഡയലോഗും എല്ലാം കാണാപ്പാടാണ് നിങ്ങൾക്കല്ലേ? അതുപോലെ നമ്മളുടെ എന്താണ് ഈ കാരൂരിന്റെ കുട നന്നാക്കാനുണ്ടോ എന്ന കഥയിലെ ഓരോ വാചകങ്ങളും എനിക്ക് മനഃപാഠമായിരുന്നു. ആ സെന്റൻസുകളെല്ലാം മനഃപാഠമായിരുന്നു. ആരോ മുറ്റത്ത് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ആരോ മുറ്റത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ആ കഥയിലെ ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോഴെന്താണ്? ആരോ മുറ്റത്ത് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത് എന്നായിരുന്നു കഥയുടെ ആദ്യ വാചകം. ആ കഥ തുടങ്ങുന്നത് എന്താണ്? ആരോ മുറ്റത്ത് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത് എന്നായിരുന്നു കഥയുടെ ആദ്യ വാചകം. ആദ്യ കഥയ്ക്കകത്തു നിന്ന് കാരൂർ എന്ന
കഥാകാരൻ എന്നോട് സംസാരിച്ചു. അപ്പോഴേട്ടോ അദ്ദേഹത്തിന്റെ ആദ്യ കഥയ്ക്കകത്ത് നിന്ന്, ഈ കാരൂരിന്റെ ആദ്യമായിട്ടുള്ള ഒരു കഥയാണ് അദ്ദേഹം വായിക്കാൻ പഠിക്കാൻ ഇടയാകുന്നത്. ഏതാണ് ആ കഥയുടെ പേരെന്താണ്? കുട നന്നാക്കാനുണ്ടോ, കുട നന്നാക്കാനുണ്ടോ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോഴെന്താണ് ആദ്യ കഥയ്ക്കകത്ത് നിന്ന് തന്നെ ഈ കാരൂർ എന്ന കഥാകാരൻ എന്നോട് സംസാരിച്ചു. ഞാൻ ഉണർന്നു. ആ കുട നന്നാക്കുന്നവന്റെ പ്രബലമായ ജീവിതബോധവും തൊഴിലിനോടുള്ള ശുഷ്കാന്തിയും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോഴെന്താണ് ആ കഥയിൽ ആ കുട നന്നാക്കുന്ന ആളിന്റെ, ആ കുട നന്നാക്കുകാരന്റെ പ്രബലമായ ജീവിതബോധവും, ആ പ്രബലമായിട്ടുള്ള ജീവിതബോധവും തൊഴിലിനോടുള്ള ശുഷ്കാന്തി, ആ ജോലിയോടുള്ള ആ ഒരു ശുഷ്കാന്തി, ആ ശുഷ്കാന്തിയും എന്താണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ആ ഒരു തൊഴിലിനോടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ, എന്താണ് നമ്മൾ പറയുന്നത്, അതിനോടുള്ള ഒരു ആത്മാർത്ഥത, ആ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത, എനിക്ക് നന്നായിട്ട് ചെയ്യണം, ഒരിക്കലും ചെയ്യുന്ന തെറ്റാകരുത് എന്നുള്ള ഒരു ധാരണ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താണ് ആരാണ് അങ്ങനെ ചെയ്യുന്നത്? ആ കുട നന്നാക്കുന്ന ആളാണ്. ആ കുട നന്നാക്കുന്നവന്റെ ആ പ്രബലമായ ജീവിതബോധം, ആ കുട നന്നാക്കുന്ന ആളിന്റെ ആ ഒരു പ്രബലം എന്ന് വെച്ചാൽ എന്താണോ, ശക്തമായിട്ടുള്ള ജീവിതബോധം, ശക്തമായിട്ടുള്ള ആ പ്രബലമായിട്ടുള്ള ആ കുട നന്നാക്കുന്നവന്റെ പ്രബലമായ ജീവിതബോധവും പിന്നെന്താണ് തൊഴിലിനോടുള്ള ശുഷ്കാന്തി, അദ്ദേഹത്തിന് ആ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത, ഒരു അർപ്പണ മനോഭാവം, അതൊക്കെ നമുക്ക് ശുഷ്കാന്തി എന്ന് പറയും. ആ ശുഷ്കാന്തിയും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. മനുഷ്യ പ്രപഞ്ചത്തിൽ ആ കുട നന്നാക്കുന്നവൻ എൻ്റെ ഗുരുവാകുന്നത് പോലെ തോന്നി. എന്താണ് ആ മനുഷ്യ പ്രപഞ്ചത്തിൽ ആ കുട നന്നാക്കുന്നവന്റെ എന്താണ് പ്രബലമായ ജീവിതബോധവും തൊഴിലിനോടുള്ള ശുഷ്കാന്തിയുമാണ്. ശുഷ്കാന്തിയും ആരെയാണ്? നമ്മളുടെ VR സുധീറിനെയാണ് വല്ലാതെ സ്വാധീനിക്കുന്നത്. ഇത് ആരുടെ കഥയിലാണ്? നമ്മളുടെ കാരൂറിന്റെ കഥയായിട്ടുള്ള കുട നന്നാക്കാനുണ്ടോ എന്ന കഥയിലെ ഒരു കഥാപാത്രത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ആ ഒരു അതിലെന്താണ് എഴുതിയത്? ആ കുട നന്നാക്കാനുള്ള ആളിന്റെ ആ പ്രബലമായ ജീവിതബോധവും തൊഴിലിനോടുള്ള ശുഷ്കാന്തിയും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. മനുഷ്യ പ്രപഞ്ചത്തിൽ ആ കുട നന്നാക്കുന്നവൻ എൻ്റെ ഗുരുവാകുന്നത് പോലെ തോന്നി. അപ്പോഴെന്താണ് ആ ഒരു മനുഷ്യ പ്രപഞ്ചത്തിൽ ആ കുട നന്നാക്കാനുള്ള ആ ഒരാള് എന്താണ് എൻ്റെ ഒരു ഗുരു ആകുന്നത് പോലെ എനിക്ക് തോന്നി. ഗുരുവാകുന്നത് പോലെ എനിക്ക് തോന്നി. കഥാലോകത്തിൽ കാരൂർ ആചാര്യനുമായി, എന്താണ് ആചാര്യൻ ഗുരു ആവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കഥ വായിച്ചതിന് ശേഷം, ആ കഥാപാത്രത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം എന്താണ് ആ കഥ എഴുതുന്നതിന്റെ ഒരു കാര്യത്തിൽ ആരാണ് ആ കഥാലോകത്തിന്റെ ആചാര്യനായിട്ട് നമ്മളുടെ കാരൂർ മാറുകയാണ്. അദ്ദേഹത്തിന്റെ കഥ എഴുതാനുള്ളതിന്റെ ആ ആചാര്യൻ എന്ന് വെച്ചാൽ വിദ്യ പകർന്നു കൊടുക്കുന്ന ആൾ, നമ്മുടെ അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിൽ ആചാര്യനായിട്ട് കാരൂർ മാറുകയാണ്. ഇടയ്ക്ക് പറയട്ടെ, കഥ എഴുത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ഗുരുവേ ഇല്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇടയ്ക്ക് പറയട്ടെ, കഥ എഴുത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ഗുരുവേ ഇല്ല. ആരും പറഞ്ഞിട്ടല്ല ഞാൻ എഴുതിയത്. ആരും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. കഥയിൽ ഞാൻ അന്നും ഇന്നും തൊട്ടറിഞ്ഞ മലയാളത്തിലെ രാജശില്പി കാരൂറാണ്. എന്താണ് ഞാൻ അന്നും ഇന്നും മലയാളത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ, അപ്പോഴെനിക്ക് പ്രത്യേകിച്ച് ഒരു ആചാര്യനില്ല, ഒരു ഗുരുവില്ല. എനിക്ക് എന്താണ് ആരും പറഞ്ഞിട്ടല്ല ഞാൻ കഥ എഴുതിയത്, ആരും എനിക്ക് പ്രോത്സാഹനവും തന്നിട്ടില്ല. പക്ഷെ എന്താണ് ആ കഥയിൽ അന്നും ഇന്നും ഞാൻ തൊട്ടറിഞ്ഞ മലയാളത്തിലെ രാജശില്പി കാരൂറാണ്. കുട നന്നാക്കാനുണ്ടോ എന്ന ശീർഷകം പിൽക്കാലത്ത് ഞാൻ അറിയാതെ കഥ നന്നാക്കാനുണ്ടോ എന്നായി മാറി. എന്ത് ചെയ്തു അദ്ദേഹം? ആ കുട നന്നാക്കാനുണ്ടോ എന്ന ശീർഷകം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ നിങ്ങളെ? ഹെഡിങ് നമ്മൾ പറയത്തില്ലേ, ഹെഡിങ് എന്ന് എഴുതത്തില്ലേ, അതാണ് ശീർഷകം എന്ന് പറയുന്നത്. ഹെഡിങ് എന്താണ്? നമ്മളുടെ ഒരു തുടക്കം, ഒരു പേര്. ഇപ്പം തന്നെ നോക്കിക്കേ, നമ്മുടെ ഇതിനകത്തുള്ള ഒരു ശീർഷകം ഏതാണ്? നമ്മളുടെ ബോർഡിൽ വന്നിരിക്കുന്ന ഒരു ശീർഷകം നോക്കിക്കേ. ഈ മലയാളം എഴുതിയിരിക്കുന്നതാണ് ഒരു ശീർഷകം വന്നിരിക്കുന്നത്, ഒരു ഹെഡിങ് വന്നിരിക്കുന്നതാണ് മലയാളം. അതാണ് ഇതിന്റെ മെയിൻ ഹെഡിങ്. പിന്നെ ഇതൊക്കെ എന്താണ്? സബ് ഹെഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബുക്ക് തുറക്കുവാണെങ്കിൽ നമുക്ക് ശീർഷകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ശീർഷകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഉള്ളത് ഹെഡിങ്. കേട്ടോ, മനസ്സിലായത്? അതാണ് ശീർഷകം. നോക്കിയേ കുഞ്ഞുങ്ങളെ,
കുട നന്നാക്കാനുണ്ടോ എന്ന ശീർഷകം പിൽക്കാലത്ത് ഞാൻ അറിയാതെ കഥ നന്നാക്കാനുണ്ടോ എന്നായി മാറി. പിൽക്കാലത്ത് അത് എന്തായി? കഥ നന്നാക്കാനുണ്ടോ എന്നായി മാറി. മനസ്സിൽ ഇന്നും ഒരു കഥ എഴുതി കഴിഞ്ഞാൽ കഥ നന്നാക്കാനുണ്ടോ എന്ന് ആരോ ഉള്ളിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇപ്പോഴും ഞാനൊരു കഥ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്നും കഥ നന്നാക്കാനുണ്ടോ എന്ന് ആരോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? മനസ്സിൽ ഇന്നും ഒരു കഥ എഴുതി കഴിഞ്ഞാൽ കഥ നന്നാക്കാനുണ്ടോ എന്ന് ആരോ ഉള്ളിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ ഇത്രയും ഭാഗം? ഒരു പ്രാവശ്യം കൊണ്ട് പാരഗ്രാഫ് ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ. പയ്യോളി ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കഥ പഠിച്ചത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ കുട നന്നാക്കാനുണ്ടോ എന്ന കഥ. അതിലെ പല വാചകങ്ങളും എനിക്ക് മനഃപാഠമായിരുന്നു. ആരോ മുറ്റത്ത് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത് എന്നായിരുന്നു കഥയുടെ ആദ്യ വാചകം. ആദ്യ കഥയ്ക്കകത്ത് നിന്നും കാരൂർ എന്ന കഥാകാരൻ എന്നോട് സംസാരിച്ചു. ഞാൻ ഉണർന്നു. ആ കുട നന്നാക്കുന്നവന്റെ പ്രബലമായ ജീവിതബോധവും തൊഴിലിനോടുള്ള ശുഷ്കാന്തിയും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. മനുഷ്യ പ്രപഞ്ചത്തിൽ ആ കുട നന്നാക്കുന്നവൻ എൻ്റെ ഗുരുവാകുന്നത് പോലെ തോന്നി. കഥാലോകത്തിൽ കാരൂർ ആചാര്യനുമായി. ഇടയ്ക്ക് പറയട്ടെ, കഥ എഴുത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ഗുരുവേയില്ല. ആരും പറഞ്ഞിട്ടല്ല ഞാൻ എഴുതുന്നത്, ആരും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. കഥയിൽ ഞാൻ അന്നും ഇന്നും തൊട്ടറിഞ്ഞ മലയാളത്തിന്റെ രാജശില്പി കാരൂറാണ്. കുട നന്നാക്കാനുണ്ടോ എന്ന ശീർഷകം പിൽക്കാലത്ത് ഞാൻ അറിയാതെ കഥ നന്നാക്കാനുണ്ടോ എന്നായി മാറി. മനസ്സിൽ ഇന്നും ഒരു കഥ എഴുതി കഴിഞ്ഞാൽ കഥ നന്നാക്കാനുണ്ടോ എന്ന് ആരോ ഉള്ളിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അത്രയും നല്ലൊരു ഭാഗമാണ് അല്ലേ? അദ്ദേഹത്തിന് ആ ഒരു കുട നന്നാക്കാൻ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയ മക്കളെ. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കി ചെറിയ ക്ലാസ്സിലായതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ ഇദ്ദേഹം നോക്കിക്കേ 6ാം ക്ലാസ്സിലാണ്, നിങ്ങളും 6-ലല്ലേ, സോറി നിങ്ങൾ 7-ലായില്ലേ. അപ്പോൾ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിലായെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം വായിച്ച ആ ഒരു കഥയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഇടയാകുന്ന സന്ദർഭമാകുന്നത്. അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനം വരെ ആകുന്നത് അദ്ദേഹം വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ്. നോക്കിക്കേ, നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളുടെ കാഴ്ചപ്പാടുകളും എല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ല, നമുക്ക് ഒരുപാട് വായിക്കണം എന്ന്. അങ്ങനെ വായിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് വന്നതെന്ന് കേട്ടോ. അദ്ദേഹത്തിന് പഠിക്കാനുള്ള ഒരു പുസ്തകമായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവി തിരിഞ്ഞു പോയൊരു വഴി നിങ്ങളൊന്ന് ചിന്തിച്ചേ അല്ലേ? സംഗീതമാണ്, കലയാണ്, പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിരുന്നതാണ്. പക്ഷെ 6ാം ക്ലാസ്സിലായപ്പോ പഠിക്കാനുള്ള ഒരു കഥ, ഒരു കാരൂരിന്റെ ഒരു കഥ വായിച്ചു. അത് പഠിച്ചതിന് ശേഷം എന്താണ് അദ്ദേഹത്തിന് ആ കഥ എഴുതണം, കഥയിലോട്ട് അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങ് എത്തിപ്പെടുകയാണ്. അതുപോലെ നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഒരുപാട് വായിക്കുന്നവർ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ തലത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പം നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ വായിക്കാനും പഠിക്കാനും സമയമുണ്ട്. അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുക നിങ്ങൾ കേട്ടോ. എല്ലാവരും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, ഏതൊക്കെ പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നതെന്ന് മാഡത്തിലൂടെ പറയുകയും വേണം കേട്ടോ. മാഡത്തിന് വാട്സപ്പിൽ അയച്ചാലും മതി. നമുക്ക് ബാക്കി പഠിക്കാം. ഒരു അനുജത്തി ഇല്ലാത്ത ദുഃഖം എന്നും എന്നിലുണ്ടായിരുന്നു. എന്താണ് ഒരു അനുജത്തി ഇല്ലാത്ത ദുഃഖം? അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ്, ആരായിരുന്നു അദ്ദേഹത്തിന് 3 ചേട്ടന്മാര്, ഇതേപോലെ തന്നെ മൊത്തം 4 മക്കളല്ലായിരുന്നോ? ഏറ്റവും ഇളയ പുത്രനായിരുന്നു നമ്മളുടെ കഥാകാരനായിട്ടുള്ള വി.ആർ. സുധീഷ്. അദ്ദേഹത്തിന് 3 ചേട്ടന്മാരേ ഉള്ളൂ. ഇളയതായിട്ടുള്ള ഈ അനിയനും ഇദ്ദേഹവും ഉണ്ട്. അദ്ദേഹമാണ് 4ാമത്തെ പുത്രനായിരുന്നു. അപ്പോഴെന്താണ്, ഇദ്ദേഹത്തിന് ഒരു അനുജത്തി ഇല്ല, ഒരു പെങ്ങള്, അനിയത്തി കുഞ്ഞില്ല. ആ അനുജത്തി ഇല്ലാത്ത ദുഃഖം എന്താണ് എന്നും എന്നിലുണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് ആ ഒരു ദുഃഖം ഉണ്ടായിരുന്നു. പാറപ്പുറത്തിന്റെ അനിയത്തിയും MDയുടെ നിന്റെ ഓർമ്മയ്ക്കും വായിച്ച് അക്കാലത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് അല്ലേ. കഷ്ടം, പാവം. നോക്കിയേ, എന്താണ് അനിയത്തി ഇല്ലാത്ത ആ ഒരു ദുഃഖം ഉണ്ടല്ലോ, ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്കല്ലേ, എനിക്കറിഞ്ഞൂടെ നിങ്ങളെ. അനിയത്തി ഉള്ളപ്പോൾ എന്ത് വിചാരിക്കും, അയ്യോ ഇവള് വേണ്ടായിരുന്നു, എൻ്റെ സ്നാക്സ് മൊത്തം അവള് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ പറയുന്നത്, അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ല, എല്ലാ സ്നേഹവും അവക്കേ കൊടുക്കുള്ളൂ.
പറയത്തില്ലേടോ? നിങ്ങൾ എല്ലാവരും പറയുന്നതാണ് അല്ലേ? നിങ്ങളിപ്പോൾ ഇളയ കുട്ടിയാണെങ്കിൽ തന്നെ പറയുന്നത് എന്താ, എന്നോടൊരു ഇഷ്ടവും ഇല്ല, എല്ലാം ചേച്ചിയിലൂടെയും ചേട്ടൻ്റെ മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും അവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, പറയത്തില്ലേ? ഇല്ലെങ്കിൽ തന്നെ കൂടുതലും അവർക്കാണ് കൊടുക്കുന്നത്, അവരോടാ സ്നേഹം, പറയുന്നതല്ലയോ നിങ്ങൾ? അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിന്? അപ്പൊ നിങ്ങൾക്ക് ചേട്ടൻ്റെ അനിയത്തിയൊക്കെ ഓൺലൈൻ്റെ ആ ഒരു ഇത് പറയുന്നത്. ഇല്ലാത്തവർ നമ്മുടെ ക്ലാസ്സിലുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കും, നിങ്ങൾക്കൊരു അനിയത്തിയോ അനിയനോ വേണമെന്ന് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്താ വേണം, ഒരു അനുജത്തി വേണമെന്നാണ് ഒരാഗ്രഹമുള്ളത്. എന്താണ് നമ്മുടെ പാറപ്പുറം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കഥാകൃത്താണ്. ആ പാറപ്പുറത്തിന്റെ അനിയത്തിയും MDയുടെ നിന്റെ ഓർമ്മയ്ക്കും വായിച്ച് അക്കാലത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? ഇളയ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്ന കഥകളാണ്, അനിയത്തിമാരെ പറ്റി പറയുന്ന കഥകളാണ്. അപ്പോൾ ആ കഥകൾ വായിച്ചിട്ട് എന്താണ് നമ്മളുടെ VR സുധീഷ് പല പ്രാവശ്യവും കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അനുജത്തി ഇല്ലാത്ത ദുഃഖം, അതുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. അനുജത്തി ഇല്ലാത്ത ദുഃഖം എന്നും എന്നിലുണ്ടായിരുന്നു. പാറപ്പുറത്തിന്റെ അനിയത്തിയും MDയുടെ നിന്റെ ഓർമ്മയ്ക്കും വായിച്ച് അക്കാലത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇടശ്ശേരി കവിതകളിലെ പെങ്ങളെ ആരാധനയോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടശ്ശേരി കവിതകളെ പറ്റി അറിയാം. ഇടശ്ശേരിയുടെ കവിതകൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇടശ്ശേരി കവിതകളൊക്കെ നമ്മളുടെ ഏതൊക്കെയായിരുന്നു? നമ്മുടെ എല്ലാം ഇതുണ്ടല്ലോ, നമ്മുടെ കുട്ടിയെ കട്ടുകൊണ്ട് പോകുന്നുണ്ടല്ലോ, ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആരുടെ കയ്യിൽ നിന്നാണ്? കുട്ടിയെ, നങ്ങേലിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ കട്ടുകൊണ്ട് പോകുന്ന കഥയൊക്കെ, അതൊക്കെ നമ്മുടെ ഇടശ്ശേരി കവിതകളിൽ പ്രധാനപ്പെട്ടതാണ്. ആ ഇടശ്ശേരി കവിതകളിലെ പെങ്ങളെ ആരാധനയോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥകളിൽ കൂടുതലായിട്ട് പെങ്ങളെ പറ്റിയൊക്കെ ഉണ്ട്, അനിയത്തിയെ പറ്റിയൊക്കെയുള്ള കഥകൾ അദ്ദേഹത്തിന് ആ കവിതകളിൽ കൂടുതലായിട്ടുണ്ട്, ഇടശ്ശേരി കവിതകളിൽ. അപ്പോഴെന്താണ് ആ ഇടശ്ശേരി കവിതകളിലെ പെങ്ങളെ ആരാധനയോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. പിറക്കാതെ പോയ പെങ്ങളെ കുറിച്ച് തപിക്കുന്ന സങ്കടത്തോടെ എഴുതിയ പിറക്കാത്ത അനിയത്തിയാണ് എൻ്റെ ആദ്യ കഥ. കണ്ടോ, അദ്ദേഹം എഴുതിയ ആദ്യ കഥ ഏതാണ്? തനിക്ക് പിറക്കാതെ പോയ അനിയത്തിയെ പറ്റിയാണ്. പിറക്കാതെ പോയ പെങ്ങളെ കുറിച്ചാണ് എഴുതിയത്. തപിക്കുന്ന സങ്കടത്തോടെ വെച്ചാൽ വർദ്ധിച്ച സങ്കടത്തോടെ. തപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദുഃഖിക്കുക. തപിക്കുക എന്ന് വെച്ചാൽ ദുഃഖിക്കുക എന്ന് അർത്ഥം വരുന്നത്. അത് തപിക്കുന്ന സങ്കടത്തോടെ, ദുഃഖിക്കുന്ന സങ്കടത്തോടുകൂടി. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ നിങ്ങൾ പറയത്തില്ലയോ, സങ്കടം എന്ന് വെച്ചാൽ ദുഃഖമല്ലേ, പിന്നെ എന്തോ തപിക്കുന്ന സങ്കടം എന്ന് പറയുന്നത്. അത്രത്തോളം ദുഃഖമുണ്ട്. ആ സങ്കടം എന്ന് വെച്ചാൽ നമുക്ക് സങ്കടം, പക്ഷെ ദുഃഖം കലർന്നൊരു സങ്കടം എന്നൊക്കെ പറയത്തില്ലേ, സഹിക്കാൻ വയ്യാത്ത സങ്കടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, പിറക്കാതെ പോയ പെങ്ങളെ കുറിച്ച് തപിക്കുന്ന സങ്കടത്തോടെ എഴുതിയ പിറക്കാത്ത അനിയത്തിയാണ് എൻ്റെ ആദ്യ കഥ. എൻ്റെ ബാല്യ യാതനകളെ കുറിച്ച് ഞാൻ പിറക്കാത്ത അനിയത്തിയോട് സംസാരിക്കുകയാണ്. എൻ്റെ ബാല്യ യാതനകളെ കുറിച്ച്, എൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു യാതനകളെ കുറിച്ച് ഞാൻ പിറക്കാത്ത അനിയത്തിയോടും സംസാരിക്കുകയാണ് ആ കഥയിൽ. അപ്പോൾ ആ കഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ബാല്യ യാതനകൾ, കുഞ്ഞിലെ അനുഭവിക്കുന്ന ആ ഒരു യാതനകൾ, ആ യാതനകളെ കുറിച്ചൊക്കെ എന്താണ് ആ പിറക്കാത്ത അനിയത്തിയോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. എനിക്ക് എന്താണ് എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയും? എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവളോട് പറയാമായിരുന്നു എന്ന് ചിന്തിക്കത്തില്ലേ? അപ്പോഴെന്താണ് അങ്ങനെ അനുജത്തിയോട് പറയുന്നതാണ്. എൻ്റെ ദുഃഖങ്ങളെല്ലാം അനുജത്തിയോട് പറയുന്നതായിട്ടാണ് അദ്ദേഹം ആ കഥയിൽ എഴുതിയിരിക്കുന്നത്. അനിയത്തിയോട് സംസാരിക്കുന്നതാണ്, ദുഃഖങ്ങളെല്ലാം അനിയത്തിയോട് സംസാരിക്കുകയാണ് ആ കഥയിൽ. കഥയുടെ രൂപഭാവങ്ങളൊന്നും ഒത്തിണങ്ങിയിട്ടില്ലാത്ത അമിത വർണ്ണനകളിൽ പൊലിപ്പിച്ചെടുത്ത വാചാല യാഥാർത്ഥ്യങ്ങളായിരുന്നു അത്. അപ്പോഴെന്താണ്, ആദ്യത്തെ കഥയല്ലേ, ആദ്യത്തെ കഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേയൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാകാം. അപ്പോഴെന്തൊക്കെയായിരുന്നു അതിനകത്തെ പോരായ്മകൾ? ആ രൂപഭാവങ്ങളൊന്നും ഒത്തിണങ്ങിയിട്ടില്ല. ആ ഒരു കഥയ്ക്ക് വേണ്ടുന്ന ഭാവങ്ങളൊന്നും ഒത്തിണങ്ങിയിട്ടില്ലാത്ത ഒരു കഥയായിരുന്നു അത്. ആ ഒത്തിണങ്ങിയിട്ടില്ലാത്ത അമിത വർണ്ണങ്ങളിൽ പൊലിപ്പിച്ചെടുത്ത വാചാല യാഥാർത്ഥ്യങ്ങളായിരുന്നു അത്. ആദ്യമായിട്ട് എഴുതില്ല, അപ്പോൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് കുറേ വർണ്ണങ്ങളൊക്കെ അങ്ങ് ചേർത്തു. അമിത വർണ്ണങ്ങളിലാണ് ഒരുപാട് വർണ്ണനകളാകാം, ആവശ്യമില്ലാത്ത വർണ്ണിച്ചൊക്കെ എഴുതുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കഥയായിരുന്നു. അമിത വർണ്ണങ്ങളിൽ പൊലിപ്പിച്ചെടുത്ത വാചാല യാഥാർത്ഥ്യങ്ങളായിരുന്നു അത്. ഒരുപാട് ചുമ്മാ പൊടുപ്പും തൊങ്കലും ഒക്കെ വെച്ചങ്ങ് എഴുതി, മനസ്സിലുള്ള സങ്കടം മൊത്തം അനിയത്തിയിലൂടെ പറയുന്ന രീതി, ആ ഒരു സംസാരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും അദ്ദേഹം എഴുതിയത്. ബാക്കി ശ്രദ്ധിച്ച മക്കളെ, അമിത വർണ്ണങ്ങളിൽ പൊലിപ്പിച്ചെടുത്ത വാചാല യാഥാർത്ഥ്യങ്ങളായിരുന്നു അത്.
സബ് രജിസ്ട്രാറായ അച്ഛന്റെ സ്ഥലമാറ്റത്തിനനുസരിച്ച് വീടും നാടും മാറി പയ്യോളിയിലും കക്കട്ടയിലും കൊയിലാണ്ടിയിലും വീണു കിടന്ന എൻ്റെ ബാല്യം പിന്നിട്ടു. അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ആരായിരുന്നു? സബ് രജിസ്ട്രാർ ആയിരുന്നു അച്ഛൻ. രജിസ്ട്രാർ ഓഫീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോഴവിടെ സബ് രജിസ്ട്രാർ ആയിരുന്നു അച്ഛൻ. ആ അച്ഛന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വീടും നാടും മാറി. അച്ഛൻ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ, ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്കൂളും അതനുസരിച്ച് മാറും. നോക്കൂ മക്കളെ, സബ് രജിസ്ട്രാറായ അച്ഛന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വീടും നാടും മാറി പയ്യോളിയിലും കക്കട്ടിലും കൊയിലാണ്ടിയിലും വീണു കിടന്ന എൻ്റെ ബാല്യം പിന്നിട്ടു. അപ്പോഴാ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്, കക്കട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മാറിയിട്ടുണ്ട്, കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടെല്ലാം അച്ഛനും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ബാല്യകാലവും പഠനവും എല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബാല്യകാലം പിന്നിട്ടു. ജന്മദേശമായ വടകരയിലെത്തിയപ്പോഴാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിറക്കാത്ത അനിയത്തിയോടുള്ള സംവേദനം കഥയിൽ ഞാൻ നടത്തിയത്. അപ്പോഴെന്താണ് അദ്ദേഹം 9ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വടകരയിലെത്തി. സ്വന്തം ജന്മദേശമായിട്ടുള്ള വടകരയിലേക്ക് എത്തി. ജന്മദേശമായ വടകരയിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് പഠിക്കുമ്പോൾ പിറക്കാത്ത അനിയത്തിയോടുള്ള സംവേദനം കഥയിൽ ഞാൻ നടത്തിയത്. ആ കഥയിൽ ഞാൻ സംവേദനം നടത്തിയത് ഒരാൾക്ക് മാത്രമേ അത് കാണിച്ചു കൊടുത്തുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ ആ ഒരു അനിയത്തിയോടുള്ള കാര്യം പറച്ചിലല്ലേ ആ കഥയായിട്ട് എഴുതിയത്, പിറക്കാത്ത അനിയത്തി. അപ്പോഴെന്താണ്? അത് ഒരാളെ മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ, ഒരാൾക്ക് മാത്രമേ അത് കാണിച്ചു കൊടുത്തുള്ളൂ. അന്ന് ആവേശത്തോടെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്നേക്കാൾ മുതിർന്ന ഒരു പെൺകുട്ടിക്ക്. ആർക്കാണ് കഥ വായിക്കാൻ കൊടുത്തത്? അന്ന് ആവേശത്തോടു കൂടി എന്ത് ചെയ്തിരുന്നത്? ഞാൻ സ്നേഹിച്ചിരുന്ന അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ആവേശത്തോടു കൂടി ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യമല്ലേ അത്? അങ്ങനെ സ്നേഹിച്ചിരുന്ന എന്നേക്കാൾ മുതിർന്ന ഒരു പെൺകുട്ടിക്ക്. എന്നേക്കാൾ മുതിർന്ന പെൺകുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിനേക്കാൾ മുതിർന്നതെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സോ +1 +2 ഒക്കെ ആയിരിക്കാം. ആ മുതിർന്ന ഒരു പെൺകുട്ടിയാണ് കാര്യമായിട്ട് സ്നേഹിച്ചിരുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് നിങ്ങൾ നാളെ മുതൽ വലിയ ചേച്ചിമാരെ ഒന്നും കയറി സ്നേഹിക്കാൻ പോകണ്ട. അതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഇപ്പൊ കൊച്ചുകുട്ടികളായതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ മക്കളെ. അപ്പോഴെന്താണ്? ആർക്കാണ് വായിക്കാൻ കൊടുത്തത്? അന്ന് ആവേശത്തോടെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്നേക്കാൾ മുതിർന്ന ഒരു പെൺകുട്ടിക്ക്. അവൾ അത് വായിച്ച് എന്നെ അഭിനന്ദിച്ചത് എന്നോടുള്ള അനുഭാവം കൊണ്ട് മാത്രമാകണം. അപ്പോഴെന്താണ്? ആ പെൺകുട്ടി ആ കഥ വായിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദിച്ചു. അഭിനന്ദിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അഭിനന്ദിച്ചത് എന്നോടുള്ള ഒരു അനുഭാവം കൊണ്ട് മാത്രമാകണം. അപ്പോൾ വായിച്ചിട്ട് കൊള്ളാം. ഒരുപക്ഷെ വായിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ തന്നെ പറയാൻ പറ്റുമോ? അയ്യോ, എന്നെ സ്നേഹിക്കുന്ന കൊച്ചു പയ്യനല്ലേ, അവനോട് അത് ഞാൻ കൊള്ളത്തില്ലടാ, നീ എഴുതിയത് കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങോട്ടുള്ളൊരു സ്നേഹം, തിരിച്ചൊരു ചായ്വൊക്കെ ഉണ്ടല്ലോ, ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ്, ആ ഒരു സ്നേഹത്തിന്റെ പേരിലാണ് പറഞ്ഞത് കൊള്ളാം, നല്ല കഥ എന്ന് അഭിനന്ദിച്ച് പറഞ്ഞത്. അവളത് വായിച്ച് എന്നെ അഭിനന്ദിച്ചത് എന്നോടുള്ള അനുഭാവം കൊണ്ട് മാത്രമാകണം. ആ കഥ പ്രസിദ്ധീകരണത്തിലൊന്നും അയച്ചു കൊടുക്കുകയുണ്ടായില്ല. ആ കഥ എന്നിട്ട് എന്ത് പ്രസിദ്ധീകരണത്തിലൊന്നും അയച്ചു കൊടുക്കുകയുണ്ടായില്ല. അതൊന്നിനും പ്രസിദ്ധീകരിക്കാനൊന്നും അയച്ചു കൊടുത്തില്ല. വീട്ടിലുള്ളവർ വായിച്ചാലോ എന്ന ജാള്യം. അതുകൊണ്ടാട്ടോ. അപ്പോഴെന്താണ്? തന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന ഒരു പെൺകുട്ടിക്ക് വായിക്കാൻ കൊടുത്തു. അവൾ അതിന് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. എന്നിട്ട് ഇത് പ്രസിദ്ധീകരിക്കാനൊന്നും അയച്ചു കൊടുത്തില്ല. കാര്യം എന്താ? വേറെ അച്ഛനും അമ്മയൊക്കെ എന്ത് കരുതും എന്നുള്ളൊരു ജാള്യം, ഒരു നാണക്കേട്. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വായിക്കത്തില്ലേ? അപ്പോഴെല്ലാവരും വായിക്കുമ്പോൾ ഉള്ളൊരു നാണക്കേട്. കാര്യം കുട്ടിയല്ലേ അത്, അതുകൊണ്ടുള്ള ആ ഒരു പ്രായത്തിന്റെ ആയിരിക്കും അല്ലേ. നോക്കിക്കേ മക്കളെ. വീട്ടിലുള്ളവർ വായിച്ചാലോ എന്ന ജാള്യം. ബാലരമയുടെ വിടരുന്ന പൂമൊട്ടുകളിൽ തൃഷ്ണ എന്ന പേരിൽ ഒരു കഥ വന്നു. അതാണ് എന്റേതെന്ന് പറയാവുന്ന അച്ചടിച്ച ആദ്യത്തെ കഥ. അപ്പോൾ ആ കഥയാണ് ഏതാണ്? ആ തൃഷ്ണ എന്ന പേരുള്ള ആ കഥയാണ് എന്റേതെന്ന് പറയാവുന്ന അച്ചടിച്ച ആദ്യത്തെ കഥ.
അപ്പോഴെന്താണ് പിറക്കാത്ത അനിയത്തി എന്ന് പറഞ്ഞത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല, അതൊരു കൂട്ടുകാരിക്ക് വായിക്കാൻ വേണ്ടി മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് എന്താണ് തൃഷ്ണ, എന്താണ് തൃഷ്ണ, അദ്ദേഹത്തിനടുത്ത് പ്രസിദ്ധീകരിച്ച കഥയുടെ പേര് തൃഷ്ണ. തൃഷ്ണ എന്ന പേരായിട്ടുള്ള എന്താണ് ഒരു ബാലരമ. ബാലരമ അറിയാമല്ലോ എല്ലാവർക്കും, നിങ്ങൾക്ക് വായിക്കുന്നതാണ് ബാലരമ. ബാലരമയുടെ വിടരുന്ന പൂമൊട്ടുകളിൽ തൃഷ്ണ എന്ന പേരിൽ ഒരു കഥ വന്നു. തൃഷ്ണ എന്ന പേരിൽ ഒരു കഥ വന്നു. അതാണ് എന്റേതെന്ന് പറയാവുന്ന അച്ചടിച്ച ആദ്യത്തെ കഥ. എന്റേതെന്ന് പറയാവുന്ന ഒരു ആദ്യത്തെ കഥയാണ് ഈ തൃഷ്ണ എന്ന് പറയുന്ന കഥ. തച്ചോളി മാണിക്കോത്ത് അമ്പലത്തിലെ തിറയ്ക്കു പോയ ഒരു ബാലൻ കളിയിൽ തന്റെ പൈസ നഷ്ടപ്പെട്ട് നിരാശനാകുന്നതാണ് പ്രമേയം. എന്താണ് ആ തൃഷ്ണ എന്ന് പറയുന്ന ആ കഥയുടെ പ്രമേയം? എന്താണ്? ആ തച്ചോളി മാണിക്കോത്ത് അമ്പലത്തിൽ തിറ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ ക്ഷേത്രാചാരമുണ്ട്, നിങ്ങൾക്കറിയാമോ? ഇപ്പൊ നമ്മളുടെ നാട്ടില് നമ്മളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും തിറയൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഉത്സവ പറമ്പുകളിൽ നമ്മൾ തെയ്യം കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ? തെയ്യവും തിറയും ഒക്കെ നമ്മുടെ വടക്കൻ കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങളാണ്. തെയ്യവും തിറയും എല്ലാം നടത്തുന്നത് നമ്മളെ വടക്കൻ കേരളത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉത്സവ ഘോഷയാത്രയുടെ ഇടയ്ക്ക് തെയ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തെയ്യത്തിന്റെ വലിയ കിരീടമൊക്കെ വെച്ച് പോകുന്ന കണ്ടിട്ടില്ല തെയ്യം? അതുപോലെ അമ്പലങ്ങളിൽ ഉത്സവ സമയത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ട് നടത്തുന്നതിനകത്ത് തെയ്യവും തിറയും വരുന്നുണ്ട്. ഒരുപാട് എന്താണ് ഒരു പണ്ട് കാലത്ത് ഉള്ള ആ രീതിയിലുള്ള പാട്ടുകളും ഒക്കെ പാടിയിട്ട് ഭഗവതി രൂപങ്ങളും ഭഗവാന്റെ രൂപങ്ങളും ഒക്കെയാണ് വലിയ എന്താണ് പറയുക, നമ്മളെ ഓലയൊക്കെ മെനഞ്ഞ കിരീടമൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരു ആചാരത്തിന്റെ പേരിൽ നടത്തുന്നതാണ്. നമ്മളുടെ പൊതുവേ നമുക്കതങ്ങനെ ഇവിടെ കാണാൻ പറ്റുന്നതല്ല, അപൂർവമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലതുള്ളൂ. പക്ഷെ അന്ന് വടക്കൻ കേരളത്തിലാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു കലാപരിപാടി തന്നെയാണ് അത്. അപ്പോഴെന്താണ് അവിടെ തിറയാണ്. തിറന്ന് വെച്ചാൽ രാത്രി നടക്കുന്ന ഒരു ഉത്സവ പരിപാടിയാണ്, അമ്പലത്തിലെ ആചാരത്തിന്റെ ഒരു ഭാഗവുമാണ് തിറ. അപ്പൊ നോക്കിക്കേ, തച്ചോളി മാണിക്കോത്ത് അമ്പലത്തിലെ തിറയ്ക്ക് പോയ ഒരു ബാലൻ കളിയിൽ തന്റെ പൈസ നഷ്ടപ്പെടുത്തി നിരാശനാകുന്നതാണ് പ്രമേയം. അപ്പോഴങ്ങനെ പോയ ഒരു പയ്യൻ എന്താണ് ആ കളിയില് തന്റെ പൈസ നഷ്ടപ്പെടുത്തി നിരാശനാകുന്നതാണ് പ്രമേയം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആ ഒരു പാരഗ്രാഫ് ഒന്നും കൂടെ വായിക്കാൻ നോക്കിക്കേ. ഒരരിഞ്ഞെത്തിയില്ലാത്ത ദുഃഖം എന്നും എന്നിലുണ്ടായിരുന്നു. പാറപ്പുറത്തിന്റെ അനിയത്തിയും MDയുടെ നിന്റെ ഓർമ്മയ്ക്കും വായിച്ച് അക്കാലത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇടശ്ശേരി കവിതകളിലെ പെങ്ങളെ ആരാധനയോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. പിറക്കാതെ പോയ പെങ്ങളെ കുറിച്ച് തപിക്കുന്ന സങ്കടത്തോടെ എഴുതിയ പിറക്കാത്ത അനിയത്തിയാണ് എൻ്റെ ആദ്യ കഥ. എൻ്റെ ബാല്യ യാതനകളെ കുറിച്ച് ഞാൻ പിറക്കാത്ത അനിയത്തിയോട് സംസാരിക്കുകയാണ് ആ കഥയിൽ. കഥയുടെ രൂപഭാവങ്ങളൊന്നും ഒത്തിണങ്ങിയിട്ടില്ലാത്ത അമിത വർണ്ണങ്ങളിൽ ഒലിപ്പിച്ചെടുത്ത വാചാല യാഥാർത്ഥ്യങ്ങളായിരുന്നു അത്. സബ് രജിസ്ട്രാറായ അച്ഛൻ്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വീടും നാടും മാറി പയ്യോളിയിലും കക്കട്ടിലും കൊയിലാണ്ടിയിലും വീണുകിടന്ന എൻ്റെ ബാല്യം പിന്നിട്ടു. ജന്മദേശമായ വടകരയിൽ എത്തിയപ്പോഴാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിറക്കാത്ത അനിയത്തിയോടുള്ള സംവേദനം കഥയിൽ ഞാൻ നടത്തിയത്. ഒരാൾക്ക് മാത്രമേ അത് കാണിച്ചു കൊടുത്തുള്ളൂ. അന്ന് ആവേശത്തോടെ ഞാൻ സ്നേഹിച്ചിരുന്ന എന്നേക്കാൾ മുതിർന്ന ഒരു പെൺകുട്ടിക്ക്. അവളത് വായിച്ച് എന്നെ അഭിനന്ദിച്ചത് എന്നോടുള്ള അനുഭാവം കൊണ്ട് മാത്രമാകണം. ആ കഥ പ്രസിദ്ധീകരണത്തിൽ നിന്നും അയച്ചു കൊടുക്കുകയുണ്ടായില്ല. വീട്ടിലുള്ളവർ വായിച്ചാലോ എന്ന ജാള്യം. ബാലരമയുടെ വിടരുന്ന പൂമൊട്ടുകളിൽ തൃഷ്ണ എന്ന പേരിൽ ഒരു കഥ വന്നു. അതാണ് എന്റേതെന്ന് പറയാവുന്ന അച്ചടിച്ച ആദ്യത്തെ കഥ. തച്ചോളി മാണിക്കോത്ത് അമ്പലത്തിലെ തിറയ്ക്ക് പോയ ഒരു ബാലൻ കളിയിൽ തന്റെ പൈസ നഷ്ടപ്പെടുത്തി നിരാശനാകുന്നതാണ് പ്രമേയം. അപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യത്തെ കഥയായിട്ടുള്ള തൃഷ്ണ എന്ന് പറയുന്നതിന്റെ പ്രമേയം എന്തായിരുന്നു? ആ തച്ചോളി മാണിക്കോത്ത് അമ്പലത്തിലെ തിറയ്ക്ക് പോയ ഒരു ബാലന്റെ കഥയാണ്. എങ്ങനെയാണ് നിങ്ങൾ കളിയിൽ തന്റെ പൈസ നഷ്ടപ്പെടുത്തി നിരാശനാകുന്നതാണ് പ്രമേയം. നമ്മൾ പൈസ വെച്ച് കളിക്കില്ലേ, ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യത്തില്ലേ പൈസ വെച്ച്, അങ്ങനെ കളിച്ച് തന്റെ പൈസ നഷ്ടപ്പെടുത്തി നിരാശനാകുന്ന ഒരു
അതാണ് അതിന്റെ ഒരു പ്രമേയം ആ കഥയുടെ. ബാക്കി ശ്രദ്ധിച്ച മക്കളെ. പിറക്കാത്ത അനിയത്തി കുറെ കാലം എൻ്റെ നോട്ട് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. കണ്ടോ, ആ പിറക്കാത്ത അനിയത്തി പറഞ്ഞ അദ്ദേഹം ആദ്യം എഴുതിയ കഥയുണ്ടല്ലോ, അത് ഇതാണ് കുറെ കാലം എൻ്റെ നോട്ട് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കോളേജ് ക്യാമ്പസിലെ മുതിർന്നവരുടെ കഥ വായിച്ചു വിസ്മയിച്ചു ഞാൻ ലജ്ജയോടെ ആ കഥ കീറിക്കളഞ്ഞു. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ആ പിറക്കാത്ത അനുജത്തി, അദ്ദേഹം ആദ്യം എഴുതി ആ ഒരു പെങ്കൊച്ചിന് വായിക്കാൻ കൊടുത്ത കഥയില്ലേ പിറക്കാത്ത അനുജത്തി, അത് എന്ത് ചെയ്യുമായിരുന്നു? അത് ആ നോട്ട് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അത് ആ നോട്ട്ബുക്കിനകത്ത് തന്നെ, ആ നോട്ട് പുസ്തകത്തിൽ തന്നെ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, പ്രീ ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം +1 +2 പഠിക്കത്തില്ലേ, അത് നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ +1 +2 ഇല്ല അന്ന് പഠിക്കാൻ. അന്ന് നമുക്ക് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്, കോളേജുകളിൽ മാത്രമുള്ള ഒരു കോഴ്സായിരുന്നു പ്രീ ഡിഗ്രി. ഇപ്പം നമ്മുടെ +1 +2 സ്കൂളുകളിലല്ലേ ഉള്ളത്. അപ്പോൾ പ്രീ ഡിഗ്രി കോളേജുകളിലായിരുന്നു. ആ കോളേജ് ഡിഗ്രിക്ക് പ്രീ എന്ന് വെച്ചാൽ മുമ്പ് എഴുതുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് മുമ്പ് എഴുതുന്നത്, ഡിഗ്രി 3 വർഷം, പ്രീ ഡിഗ്രി 2 വർഷം. നമ്മൾ +1 +2 പകരമുള്ളതാണ് പ്രീ ഡിഗ്രി. ആ പ്രീ ഡിഗ്രി 2 വർഷം. അപ്പോൾ ആ പ്രീ ഡിഗ്രിക്ക് അദ്ദേഹം എവിടെയാണ് പഠിക്കാൻ പോയത്? മടപ്പള്ളി കോളേജിൽ. പ്രീ ഡിഗ്രി മനസ്സിലല്ലോ, ഡിഗ്രിക്ക് മുൻപേ ഉള്ള 2 വർഷം പ്രീ ഡിഗ്രി, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ +1 +2 ആ ഒരു പ്രായവും ആ ഒരു വിദ്യാഭ്യാസ രീതി. ശ്രദ്ധിക്കും മക്കളെ. ആ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കോളേജ് ക്യാമ്പസിലെ മുതിർന്നവരുടെ കഥ വായിച്ച് വിസ്മയിച്ച് ഞാൻ ലജ്ജയോടെ ആ കഥ കീറിക്കളഞ്ഞു. അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്താണ്, ആ മുതിർന്നവരുടെ, അദ്ദേഹത്തിനേക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളുകളുടെ കഥ വായിച്ച് വിസ്മയിച്ചു. ആ വായിച്ച് അന്തം വിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം എഴുതിയ പിറക്കാത്ത അനിയത്തി എന്ന് പറഞ്ഞ കഥ ആരെയും കാണിക്കാതെ കീറിക്കളഞ്ഞു. വായിച്ചപ്പോൾ ഒരുപാട് കുറവുകൾ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് തോന്നി. ആദ്യത്തെ കഥയല്ലേ, അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹം അത് ആരും കാണാതെ കീറിക്കളഞ്ഞു. കണ്ടോ, എന്താണ്? ആ മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കോളേജ് ക്യാമ്പസിലെ മുതിർന്നവരുടെ കഥ വായിച്ച് വിസ്മയിച്ച് ഞാൻ ലജ്ജയോടെ ആ കഥ കീറിക്കളഞ്ഞു. കാണുന്ന പലരിലും ഞാൻ അനിയത്തിയുടെ മുഖം കണ്ടു നടന്നു. അപ്പോഴദ്ദേഹം കാണുന്ന പെൺകുട്ടികളിലെല്ലാം ഇവന്റെ അനിയത്തി ആയിരുന്നെങ്കിൽ, ഇവളെന്റെ അനിയത്തി ആയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ വരത്തില്ലേ? അങ്ങനെ എന്താണ്, ആ പലരിലും ഞാൻ അനിയത്തിയുടെ മുഖം കണ്ടു നടന്നു. പ്രണയങ്ങളിൽ പലപ്പോഴായി യൗവനം തൊട്ടു മുറിവേറ്റു. അപ്പോഴെന്താണ് പ്രണയങ്ങളിൽ? എന്താണ്, കോളേജിലൊക്കെ പഠിക്കുമല്ലേ, അത്യാവശ്യമായിട്ടും ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രണയിക്കണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാം. അങ്ങനെ എന്താണ്, അങ്ങനെ തോന്നൽ ഉണ്ടാവുകയും പ്രണയങ്ങളിൽ പലപ്പോഴായി യൗവനം തൊട്ട് മുറിവേറ്റു. പല പല മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും അതിൽ നിന്നും സംഭവിച്ചു. എന്നുവെച്ചാൽ വീട്ടിലൊക്കെ ഇറങ്ങി കാണും, വഴക്കുണ്ടായി കാണും. അങ്ങനെ പ്രണയങ്ങളിൽ പലപ്പോഴായി യൗവനം തൊട്ടു മുറിവേറ്റു. ആത്മാവിൽ എവിടെയോ വ്യാകുല രൂപം പോലെ, ആത്മാവില്, തന്റെ മനസ്സിലെവിടെയോ ആത്മാവിൽ എവിടെയോ വ്യാകുല രൂപം പോലെ മറഞ്ഞു കിടന്ന പിറക്കാത്ത ആ ജന്മം കുറെ കാലത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ വാർന്നു വീഴും. എന്താണ്, എപ്പോഴും മനസ്സിൽ ആഗ്രഹമല്ലായിരുന്നോ ഒരു അനിയത്തി വേണം എന്നുള്ളത്? അപ്പോഴെന്താണ്, അതുകൊണ്ട് എന്താണ്, കാണുന്ന പലരിലും തനിക്ക് പിറക്കാതെ പോയ അനിയത്തിയുടെ മുഖമാണ് അദ്ദേഹം ചിന്തിച്ച് സങ്കല്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നീട് ആത്മാവിൽ എവിടെയോ, അദ്ദേഹത്തിന്റെ മനസ്സിന് ആത്മാവിൽ എവിടെയോ വ്യാകുല രൂപം പോലെ, ആരാണ്? മറഞ്ഞു കിടന്ന പിറക്കാത്ത ആ ജന്മം കുറെ കാലത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ വാർന്നു വീണു. നക്ഷത്ര ചിറകിന്മേൽ അനിയത്തി ഉറങ്ങുന്നു എന്ന് ആ കഥയ്ക്ക് ഞാൻ പേര് കൊടുത്തു. അപ്പോഴാ ഒരു അനിയത്തിയുടെ ആ ഒരു സങ്കല്പം ഒത്തിരി മാറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ മനസ്സിലുള്ള ആത്മാവിലുള്ള ഒരു രൂപം, ആ ഒരു കഥ എങ്ങനെ അദ്ദേഹം എഴുതി? നക്ഷത്രത്തിന്റെ ചിറകിന്മേൽ അനിയത്തി ഉറങ്ങുന്നു എന്ന് ആ കഥയ്ക്ക് ഞാൻ പേര് കൊടുത്തു. രൂപഭാവങ്ങളിൽ പഴയ കഥയോട് യാതൊരു ആധർമ്മ്യവും അതിനില്ലായിരുന്നു. എന്താണ്, അദ്ദേഹത്തിന്റെ ആ കഥയെ പറ്റിയുള്ള ഒരു രൂപഭാവങ്ങളിലൊക്കെ എന്താണ്, ആ പണ്ടത്തെ കഥയില്ലാതെ ആ ഒരു കഥയെ ആ രൂപഭാവങ്ങളിൽ പഴയ കഥയോട് യാതൊരു, പണ്ട് അദ്ദേഹം എഴുതിയിരുന്നല്ലോ കൂട്ടുകാരിക്ക് വായിക്കാൻ കൊടുത്തത്, യാതൊരു അധർമ്മണ്യം എന്ന് വെച്ചാൽ നമ്മൾ കടപ്പാടെന്ന് പറയും. ആധർമ്മണ്യമാണ്.
ആധർമ്മണ്യം. എന്താണ്? കടപ്പാട്. കടപ്പാടെന്ന് വെച്ചാൽ എന്താണ്? കമ്മിറ്റ്മെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? കമ്മിറ്റ്മെന്റ്സ് കടപ്പാടെന്ന് പറയുന്നത്. അപ്പോഴെന്താണ്? നക്ഷത്ര ചിറകിന്മേൽ അനിയത്തി ഉറങ്ങുന്നു എന്ന ആ കഥയ്ക്ക് ഞാൻ പേര് കൊടുത്തു. രൂപഭാവങ്ങളിൽ പഴയ കഥയോട് യാതൊരു ആധർമ്മണ്യവും അതിനില്ലായിരുന്നു. ആധർമ്മണ്യം മനസ്സിലായാലും കടപ്പാട്, കമ്മിറ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, കടപ്പാട്. നോക്കിക്കേ മക്കളെ, ആ കഥ വായിച്ചു ഒരുപാട് പേർ എനിക്ക് എഴുതി. അവരുടെ നെഞ്ചകങ്ങളിലൊക്കെ അത് തൊട്ടുവരുന്നു. എന്താണ്? അവരുടെ നെഞ്ചകങ്ങളിലൊക്കെ അവരുടെ എല്ലാം വായിച്ചവരുടെ എല്ലാം മനസ്സിൽ വല്ലാത്ത രീതിയിൽ സ്പർശിച്ച കഥയായിരുന്നു അത്. അവരുടെ നെഞ്ചകങ്ങളിലൊക്കെ അത് തൊട്ടുവരുന്നു. എന്നെ അനിയത്തിയായി കാണുമോ എന്ന് ചിലർ എഴുതി ചോദിച്ചു. കണ്ടോ? അത് വായിച്ചിട്ട് ഒരുപാട് പേർ അന്ന് ഒരു കൂടുതലായിട്ട് കത്തെഴുതുന്നൊക്കെ ഒരു സമയമായിരുന്നു. കത്തൊക്കെ എഴുതുന്ന സമയം, അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഇമെയിലും വാട്സപ്പോ ഒന്നും ഇല്ലായിരുന്നു അന്ന്. അപ്പോഴെന്താണ് കത്തെഴുതി ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ അനിയത്തിയായി കാണുമോ, ഉണ്ടോ, എന്നെ അങ്ങയുടെ അനിയത്തിയായിട്ട് കാണുമോ എന്ന് ഒരുപാട് പേർ കത്തെഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ പുസ്തകമായ ക്രൂരഫലിതക്കാരൻ ദൈവം ഞാനങ്ങനെ എന്താണ്? ആദ്യ പുസ്തകമായ ക്രൂരഫലിതക്കാരൻ ദൈവം ഞാനങ്ങനെ സമർപ്പിച്ചു. അമ്മയ്ക്കും നിനക്കും പിറക്കാത്ത പെങ്ങൾക്കും. എങ്ങനെയാണ്? അമ്മയ്ക്കും നിനക്കും പിറക്കാത്ത പെങ്ങൾക്കുമായിട്ട്. കണ്ടോ? അപ്പോൾ ആദ്യ പുസ്തകമായ ക്രൂരഫലിതക്കാരൻ ദൈവം ഞാനങ്ങനെ സമർപ്പിച്ചു, അമ്മയ്ക്കും നിനക്കും പിറക്കാത്ത പെങ്ങൾക്കുമായിട്ട്. നോക്കി ആ ഒരു പാരഗ്രാഫും കൂടെ നോക്കിയാ മക്കളെ. പിറക്കാത്ത അനിയത്തി കുറെ കാലം എൻ്റെ നോട്ട് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കോളേജ് ക്യാമ്പസിലെ മുതിർന്നവരുടെ കഥ വായിച്ചു വിസ്മയിച്ചു ഞാൻ ലജ്ജയോടെ ആ കഥ കീറിക്കളഞ്ഞു. കാണുന്ന പലരിലും ഞാൻ അനിയത്തിയുടെ മുഖം കണ്ടു നടന്നു. പ്രണയങ്ങളിൽ പലപ്പോഴായി യൗവനം തൊട്ട് മുറിവേറ്റു. ആത്മാവിലെടെ എവിടെയോ വ്യാകുല രൂപം പോലെ മറഞ്ഞു കിടന്ന പിറക്കാത്ത ആ ജന്മം കുറെ കാലത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ വാർന്നു വീണു. നക്ഷത്ര ചിറകിന്മേൽ അനിയത്തി ഉറങ്ങുന്നു എന്ന് ആ കഥയ്ക്ക് ഞാൻ പേര് കൊടുത്തു. രൂപഭാവങ്ങളിൽ പഴയ കഥയോട് യാതൊരു ആധർമ്മണ്യവും അതിന് ഇല്ലായിരുന്നു. ആ കഥ വായിച്ച് ഒരുപാട് പേർ എനിക്ക് എഴുതി. അവരുടെ നെഞ്ചകങ്ങളിലൊക്കെ അത് തൊട്ടുവെന്ന്. എന്നെ അനിയത്തിയായി കാണുമോ എന്ന് ചിലർ എഴുതി ചോദിച്ചു. ആദ്യ പുസ്തകമായ ക്രൂരഫലിതക്കാരൻ ദൈവം അങ്ങ് ഞാൻ അതിനെ സമർപ്പിച്ചു, അമ്മയ്ക്കും നിനക്കും പിറക്കാത്ത പെങ്ങൾക്കും. അപ്പോഴെല്ലാവരും നന്നായിട്ട് ഈ കഥ വായിക്കണം. ഈ കഥ വായിക്കുന്നതിനേക്കാൾ ഉപരി എന്ത് വേണം? ഒരുപാട് പുസ്തകങ്ങൾ, മേഡം പറഞ്ഞ പോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴെന്താണ് നമുക്ക് ഒരുപാട് അറിവുണ്ടാകും. അതിനേക്കാൾ കൂടുതലായിട്ട് എന്തുണ്ടാകാം? നമുക്ക് നമ്മളുടെ ഭാവി തന്നെ എന്തായിത്തീരും എന്നൊക്കെ നമുക്ക് ഭാവി മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ മക്കളെ. ഞാനിപ്പം നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മൾ കാരൂരിന്റെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, നമ്മൾ കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതിയേ. ജീവചരിത്രക്കുറിപ്പ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ ജീവചരിത്രക്കുറിപ്പ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ തരുവാണേ, എല്ലാവരും എഴുതി മാഡത്തിന് വാട്സപ്പ് ചെയ്ത് തരണം. ഹോംവർക്കാണ്. നീലകണ്ഠപിള്ളയുടെ കേട്ടോ. ഇവിടെ ഒരു ഡോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഡോട്ടല്ല, ഒരു വരയാണ്, ഹൈഫൈ. എന്താണ്? കാരൂർ നീലകണ്ഠപിള്ളയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കേട്ടോ, കാരൂർ നീലകണ്ഠപിള്ളയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക.
തയ്യാറാക്കി എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം കേട്ടോ. ഇത് നോക്കിയേ കുഞ്ഞുങ്ങളെ, അർത്ഥം ഒന്ന് നോക്കിക്കേ. പുരാവൃത്തം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പഴയ കഥകളൊക്കെയാണ് നമ്മൾ പുരാവൃത്തം എന്ന് പറയുന്നത്. ജാള്യം, ലജ്ജ, തപിക്കുന്ന, ദുഃഖിക്കുന്ന എന്ന് വരും. അനുഭാവം എന്ന് വെച്ചാൽ നമുക്ക് അവരോടുള്ളൊരു അനുഭാവം, സോഫ്റ്റ് കോർണറൊക്കെ പറയത്തില്ലേ, അവരോടുള്ള ഒരു അനുഭാവം, ഒരു എന്താണ് അവരോട് കൂടുതൽ സ്നേഹമായിട്ട് തോന്നുന്നത്, കൂടുതൽ നമ്മൾക്ക് ഒരാളുള്ള സ്നേഹം, ഒരു സോഫ്റ്റ് കോർണർ എന്നൊക്കെ പറയാം അനുഭാവം. തൃഷ്ണ എന്ന് പറഞ്ഞ് നോക്കി, എന്താ തൃഷ്ണ എന്ന് വെച്ചാൽ, തൃഷ്ണ എന്തായിരുന്നു? അദ്ദേഹം എഴുതിയ കഥയുടെ പേരായിരുന്നു തൃഷ്ണ അല്ലേ? ആ ബാലരമയ്ക്കകത്ത് പ്രസിദ്ധീകരിച്ചത്. ആ തൃഷ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് തൃഷ്ണ, തീവ്രമായിട്ടുള്ള ആഗ്രഹം. പിന്നെന്താണ്? ആധർമ്മണ്യം. ആധർമ്മണ്യം ഞാൻ നേരത്തെ എഴുതിയായിരുന്നു, കടപ്പാട്. പ്രബലം, ശക്തമായത്. സംവേദനം, നമ്മൾ മറ്റൊരാളോട് സംവേദിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി അവരുമായിട്ട് ചർച്ച നടത്തുക എന്ന് പറയത്തില്ലേ, ആണ് സംവേദനം. ലജ്ജ, നാണം. അടുത്ത് നോക്കിയേ, പിരിച്ചെഴുതുക എന്നുള്ളത് നോക്കിക്കേ. നക്ഷത്ര, ചിറക്. നക്ഷത്രം അധികം ചിറക്. കഥ, എഴുത്ത്. കഥ അധികം എഴുത്ത്. കഥ അധികം എഴുത്ത്. ആത്മാവിൽ എവിടെയോ. ആത്മാവിൽ അധികം എവിടെയോ. കുട്ടിക്കാലം. കുട്ടി അധികം കാലം. രൂപഭാവങ്ങൾ. രൂപം അധികം ഭാവങ്ങൾ. ഒത്തിണങ്ങി. ഒത്ത് അധികം ഇണങ്ങി. അടുത്ത നോക്കിയേ, വിഗ്രഹിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യ പ്രപഞ്ചം, മനുഷ്യന്റെ പ്രപഞ്ചം. വാചാല യാഥാർത്ഥ്യം, വാചാലമായ യാഥാർത്ഥ്യം. കുട്ടിക്കാലം, കുട്ടിയായിരുന്ന കാലം. ഇടശ്ശേരി കവിത, ഇടശ്ശേരിയുടെ കവിതകൾ. അമിത വർണ്ണ, അമിതമായുള്ള വർണ്ണനം ഉണ്ടോ, അമിത വർണ്ണനം. ബാല്യയാതന, ബാല്യകാലത്തെ യാതന. നീലകണ്ഠൻ, നീല നിറമുള്ള, നീലകണ്ഠൻ അറിയാമോ? നീല നിറമായ കണ്ഠത്തോട് കൂടിയവൻ. നീലകണ്ഠൻ ആരാടോ? നമ്മുടെ ശിവൻ, പരമശിവൻ അല്ലേ നമ്മൾ നീലകണ്ഠൻ എന്ന് പറയുന്നത്. നമ്മളെ പരമശിവനെ അല്ലേ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. അതറിയത്തില്ല കഥ നിങ്ങൾക്ക്? നമ്മളെ അമൃത് എടുക്കാൻ വേണ്ടിയിട്ട് ആ നദി ഇങ്ങനെ, അതിനെ ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് എന്താണ്, ആ ഒരു വിഷം ആദ്യം കിട്ടുന്ന ആ ഒരു വിഷമല്ലേ വരുന്നത്, അതെന്താണ്, ആ ഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവനത് ആ ഒരു കാളകൂട വിഷം അത് പുറത്ത് ഭൂമിയിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഭൂമി നശിച്ചു പോകത്തില്ലേ. അപ്പോൾ ആ ഒരു വിഷം എന്ത് ചെയ്തു, നമ്മൾ ശ്രീ പരമേശ്വരൻ അങ്ങ് കുടിച്ചു. ശ്രീ പരമേശ്വരൻ കുടിച്ച സമയത്ത് പാർവതി ദേവി എന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ വിഷമല്ലേ കുടിക്കുന്നത്, ഇങ്ങനെ തടഞ്ഞു നിർത്തി, അതങ്ങ് ഇറങ്ങി പോകാതിരിക്കുക. തൊണ്ടയിൽ തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോഴെന്താണ്, ആ വിഷം വന്ന് തൊണ്ടയിലങ്ങ് നിന്നുപോയി, താഴ്ന്നു പോയില്ല. അപ്പോഴത്തേനും ആ ഭാഗം നീലിച്ച് കിടക്കാണ്. നമ്മുടെ ശിവന്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചോളണം, അദ്ദേഹത്തിന്റെ കഴുത്തിനുള്ളിൽ ഇങ്ങനെ നീല നിറത്തി കിടക്കുകയാണ്. നീലകണ്ഠൻ, നീലകണ്ഠൻ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ പരമശിവനാണ്. അതൊക്കെ നീല നിറമുള്ള കണ്ഠത്തോട് കൂടിയവൻ. പിന്നെ പദക്രമം വരെ ഞാൻ നോട്ടിനകത്ത് തരാം മക്കളെ, നിങ്ങളത് വായിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുമോ നോക്കണം. നോക്കി ഒരു മാതൃക തന്നിട്ടുണ്ട്. ഞാൻ വഴിയിൽ വെച്ച് അയാളെ കണ്ടു. എന്താണ് വഴിയിൽ വെച്ച് ഞാൻ അയാളെ കണ്ടു, അയാളെ വഴിയിൽ വെച്ച് ഞാൻ കണ്ടു, അയാളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അതുപോലെ ഞാൻ മാതൃക ഞാൻ നോട്ടിനകത്ത് തരാം. പിന്നെ നമുക്ക് ഉത്തരം എഴുതുകയുണ്ട്. അർത്ഥ വ്യത്യാസം കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ച അർത്ഥ വ്യത്യാസം. നമുക്ക് ഒരു വാക്കിന് തന്നെ രണ്ടർത്ഥങ്ങൾ, നമ്മുടെ സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ മാറുന്നുണ്ട്. അപ്പോഴെന്താണ്, ഒളി, ശോഭ, ഒലി, ശബ്ദം. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒളി, ശോഭയും ഒലി, ശബ്ദം. നമുക്ക് പദം, വഴി, പദം, വാക്ക്. പവനൻ, കാറ്റ്. പാവനൻ, തീ. ചിഹ്നം, മുറിഞ്ഞത്. ചിഹ്നം, അടയാളം. അളി, വണ്ട്. ആളി, തോഴി. വൃന്ദം, കൂട്ടം. വൃന്ദം, ഞെട്ട്. വയസ്സൻ, കൂട്ടുകാരൻ. വയസ്സൻ, വൃദ്ധൻ. അംഗം, യുദ്ധം. അംഗം, അവയവം. അല്ല്, ഇരുട്ട്. അല്ലൽ, ദുഃഖം. ഗൃഹം, വീട്. ഗ്രഹം, സൗരയൂഥത്തിലെ ഒരെണ്ണം. താലാവൃത്തി, വിശറി. താലവൃന്ദം, പനക്കൂട്ടം. ഇതെത്രയാണ് നമുക്ക് അർത്ഥവ്യത്യാസം ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോംവർക്ക് നമ്മൾ കായൂർ നീലകണ്ഠപിള്ളയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി മാഡത്തിന് എല്ലാവരും വാട്സപ്പിൽ അയച്ചു തരിക. ഓക്കെ മക്കളെ, അപ്പോൾ നന്നായിട്ട് വായിക്കുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.